ഞാൻ ഫാദർ ഡാൻഡീസ് കിഴക്കരക്കാട്ട് താമരശ്ശേരി രൂപത കക്കാടംപൊയിൽ ഇടവക വികാരിയായിട്ട് 2 വർഷമായിട്ട് സേവനം ചെയ്യുന്നു. എല്ലാവരും തന്നെ പങ്കെടുത്ത ഈ ധ്യാനത്തിൽ എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങളും ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും ലഭിച്ചു. മാത്രമല്ല എല്ലാവർക്കും ഈ ഇടവകയിൽ പങ്കെടുക്കാൻ സൗകര്യപ്രദമായ സമയത്ത് അത് നടത്തുകയും വളരെ മനോഹരമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോകുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോകുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങളാണ് കൂടെയുള്ളവരെ സ്നേഹിക്കുവാൻ, കൂടെയുള്ളവരെ മനസ്സിലാക്കുവാൻ, ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ സമചിത്തതയോടെ, സൗമ്യതയോടെ, ശാന്തതയോടെ അവയെ നേരിടുവാനായിട്ടുള്ള കരുത്ത് നമുക്ക് ലഭിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ വീണ്ടും യെശയ്യാ പ്രവചനം, പേനയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളവരൊന്ന് കുറിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 2-ാം തിരുവചനം. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. നോക്കിയേ, കർത്താവിന്റെ ആത്മാവ് വരുമ്പോൾ നോക്കിയേ ആരുടെ മേലാണ്? അവന്റെ മേൽ എന്ന് പറയുമ്പോൾ ഈശോയുടെ മേലാണ്. പഴയ നിയമ പ്രവചനമാണ്, അത് പൂർത്തീകരിക്കപ്പെടുന്ന ഈശോയിലാണ്. ഇത് ഏതെല്ലാം കൃപകളാണ് ലഭിക്കുന്നത്? ജ്ഞാനത്തിന്റെ, വിവേകത്തിന്റെ, ഉപദേശത്തിന്റെ, ശക്തിയുടെ, അറിവിന്റെ, ദൈവഭക്തിയുടെ ആത്മാവ്. ജ്ഞാനം, ബുദ്ധി, അറിവ്, ശക്തി, ദൈവഭയം, ഭക്തി, ഇതിലെല്ലാം നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കൂടുതൽ കരുത്തുള്ളവരാകും, ശക്തിയുള്ളവരാകും, പ്രത്യാശയുള്ളവരായിട്ട് നമ്മൾ മാറും. ജീവിതത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് കരുത്തോടെ, ശക്തിയോടെ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ എന്നെ എളുപ്പമല്ലേ കാര്യങ്ങളൊക്കെ, അല്ലേ? നമ്മൾ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ എളുപ്പമല്ലേ മക്കളെ? അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ, കറി ഉണ്ടാക്കാൻ നേരത്ത് അതെല്ലാം കട്ട് ചെയ്ത് തന്നാല് എല്ലാം എന്നെ സുഖമല്ലേ? ആ പാത്രങ്ങളൊക്കെ ഒരാൾ കഴുകി വെച്ചാൽ എന്നെ എളുപ്പമല്ലേ? ഇതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്നവനാണ്, സഹായകനാണ് പരിശുദ്ധാത്മാവ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:26 തിരുവചനം ഇതാ, എന്നാൽ ഞാൻ അയക്കുന്ന സഹായകൻ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. നോക്കിയേ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ കൃപകളിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കൈപിടിച്ച് നയിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇങ്ങോട്ട് നോക്കിയേ, പലപ്പോഴും നമ്മള് പലവിധ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? ഇപ്പൊ നമുക്ക് പരീക്ഷ വരുമ്പോൾ പരീക്ഷയിൽ ജയിക്കാനായിട്ട്, വീണ്ടും നമുക്കൊരു വേദന വരുമ്പോൾ നോക്കിയേ, എന്റെ കൈ ഉയർത്താനായിട്ട് എനിക്ക് പറ്റണില്ല. എന്റെ പ്രാർത്ഥന ഇതാണ്, കർത്താവേ എന്റെ കൈവേദന മാറ്റിത്തരണമേ. കുറച്ചു നേരം കഴിയുമ്പോൾ, കുറച്ചു നാൾ കഴിയുമ്പോൾ കൈവേദന മാറുന്നു, എന്റെ വയറുവേദനയാകുന്നു. കർത്താവേ എന്റെ വയറുവേദന മാറ്റിത്തരണമേ. വീണ്ടും അടുത്ത പ്രാർത്ഥന, എന്റെ മുട്ടുവേദന മാറ്റണമേ. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് വന്നു കഴിഞ്ഞു, അല്ലേ? പ്രിയമുള്ളവരെ, എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഈ മേഖലകളിലെല്ലാം, പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം പ്രത്യാശയോടെ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. നമ്മള് ഒരു ഹോട്ടലിൽ പോയി, നമ്മളെവിടെ പോയി? ഒരു ഹോട്ടലിൽ പോയി ഒരു മസാല ദോശ ഓർഡർ ചെയ്തു. എന്ത് ഓർഡർ ചെയ്തു? മസാല ദോശ ഓർഡർ ചെയ്താൽ നമുക്ക് എന്തൊക്കെ കിട്ടും? സാമ്പാർ കിട്ടും, ചട്നി കിട്ടും, ചമ്മന്തി കിട്ടും. ചട്നി ചമ്മന്തി രണ്ടും രണ്ടാ. ചട്നി കിട്ടും, ചമ്മന്തി കിട്ടും, സാമ്പാർ കിട്ടും, പിന്നെയോ മസാല ദോശ കിട്ടും, പിന്നെയോ വട കിട്ടും, അല്ലെ? മൊരിയുന്ന വട കിട്ടും. നമുക്കത് നല്ല ഇഷ്ടം, അല്ലെ? മൊരിയുന്ന വട കിട്ടും. നമ്മൾ ആദ്യം വട എടുത്ത് കടിക്കും, അല്ലെ? മസാല ദോശയുടെ ഒപ്പം ഫ്രീ കിട്ടുന്നതെന്ന് ഓർക്കും. നല്ല കടക്കാരന് 20 രൂപ എക്സ്ട്രാ,
അല്ലേ? നോക്കിയേ, നമ്മൾ ഇതെല്ലാം കിട്ടാനായിട്ട് നമ്മൾ എന്ത് ഓർഡർ ചെയ്യണം? മസാല ദോശ ഓർഡർ ചെയ്താൽ നമുക്ക് ഇതെല്ലാം കിട്ടും, അല്ലേ? ആണോ അല്ലയോ? കിട്ടും. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. ഇപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ ഇതുപോലെ പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ ബാക്കി എല്ലാ കൃപകളും നമുക്ക് കിട്ടും. നമുക്ക് എന്ത് കിട്ടും? പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ ജ്ഞാനം ലഭിക്കും, അറിവ് ലഭിക്കും, വിവേകം ലഭിക്കും, നല്ല തീരുമാനങ്ങൾ എടുക്കുവാനായിട്ടുള്ള കൃപ നമുക്ക് ലഭിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:12 തിരുവചനം എന്താണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് വേണോ? അല്പം കൂടെ മെച്ചപ്പെട്ട ഒരു ജീവിതം നയിക്കണ്ടേ? അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൃപകളിലേക്ക്, നന്മകളിലേക്ക് നമ്മൾ വളരും. അതിനു വേണ്ടുന്ന പരിശുദ്ധാത്മ അഭിഷേക ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഇരുകരങ്ങളും ശിരസ്സോട് ചേർത്ത് കമിഴ്ത്തി വെച്ച്, ഇരുകരങ്ങളും ശിരസ്സോട് ചേർത്ത് കമിഴ്ത്തി വെക്കുക. കണ്ണുകൾ അടയ്ക്കുക. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ജ്ഞാനം നൽകണമേ, അറിവ് നൽകണമേ, വിവേകം നൽകണമേ, തീരുമാനങ്ങൾ എടുക്കുവാനായിട്ടുള്ള കൃപ നൽകണമേ. തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന്, അബദ്ധ സിദ്ധാന്തങ്ങളിൽ നിന്ന്, വിശ്വാസത്തിന് നിരക്കാത്ത എല്ലാ ചിന്താ രീതികളിൽ നിന്ന് പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബുദ്ധിയെ നീ വിശുദ്ധീകരിക്കണമേ. ജ്ഞാനവും അറിവും വിശുദ്ധിയും എല്ലാം നൽകി നിങ്ങളുടെ ബുദ്ധിയെ നീ പ്രകാശിപ്പിക്കണമേ. ചേർന്ന് പാടിക്കേ. വെൺപ്രാവ് എന്നതുപോൽ, വെള്ളി ചിറകുകളാലേ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. എല്ലാവരും ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിച്ച്. വെൺപ്രാവെന്നതുപോൽ വെള്ളി ചിറകുകളാലേ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ. നെറ്റിയിലൊന്ന് കുരിശു വരച്ച് ആശീർവദിച്ച്, നെറ്റിയിലൊന്ന് കുരിശു വരച്ച് ആശീർവദിച്ച്, ഇരുകരങ്ങളും കണ്ണുകളോട്, വലതുകരം വലത് കണ്ണിൽ, ഇടതുകരം ഇടത് കണ്ണിൽ, കണ്ണോട് ചേർത്ത് വെക്കുന്നു. കർത്താവേ, നന്മയായത് കാണുവാൻ തെളിമയുള്ള കാഴ്ച നൽകി ഞങ്ങളുടെ കണ്ണുകളെ നാഥാ നീ വിശുദ്ധീകരിക്കണമേ. വെളിപാടിന്റെ പുസ്തകം വചനം ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു. നാഥാ, കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിൽ എഴുതുവാനുള്ള അഞ്ജനം നീ ഞങ്ങൾക്ക് നൽകണമേ. മക്കളൊക്കെ എല്ലാ കുഞ്ഞുങ്ങളും വലതുകരം വലത് കണ്ണിൽ, ഇടതുകരം ഇടത് കണ്ണോട് ചേർത്ത് പിടിച്ച് പരിശുദ്ധാത്മാവേ, നല്ല കാഴ്ച നൽകി, തെളിമയുള്ള കാഴ്ചകൾ. പലപ്പോഴും മറ്റുള്ളവരെ മുൻവിധിയോടെ കാണുന്ന തെറ്റായ കാഴ്ചപ്പാടുകൾ ഉള്ളവരെ ഞങ്ങൾ ഈശോയെ ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ. നന്മയായത് കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. ചേർന്ന് പാടിക്കേ. വെൺപ്രാവ് എന്നതുപോൽ, വെള്ളി ചിറകുകളാലേ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ. പാടിക്കേ. വെൺപ്രാവെന്നതുപോൽ വെള്ളി ചിറകുകളാലേ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ.
കണ്ണുകളിൽ ഒന്ന് കുരിശു വരച്ച് കണ്ണുകളെ ഒന്ന് വിശുദ്ധീകരിച്ച് കണ്ണുകളിൽ ഒന്ന് കുരിശു വരച്ച് കണ്ണുകളെ വിശുദ്ധീകരിച്ച് ഇരുകരങ്ങളും കാതുകളോട് ചേർക്കുന്നു. ഇരുകരങ്ങളും കാതുകളോട് ചേർക്കുന്നു. വലതുകരം വലത് കാതിൽ, ഇടതുകരം ഇടത് കാതിൽ. കർത്താവേ, ഞങ്ങളുടെ കേൾവിയെ നന്മയായത് കേൾക്കുവാൻ, വിശുദ്ധമായത് കേൾക്കുവാൻ, ദൈവീക സ്തുതികൾ കേൾക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ വിശുദ്ധീകരിക്കണമേ. തെറ്റായത് കേൾക്കുന്ന ശീലങ്ങളിൽ നിന്ന് വിടുതല്, മോചനം നൽകി കർത്താവേ ഞങ്ങളുടെ കാതുകളെ നീ വിശുദ്ധീകരിക്കണമേ. ചേർന്ന് പാടട്ടെ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. നല്ലത് കേൾക്കുവാൻ ഒരിക്കൽ കൂടി. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. കാതുകളിൽ ഒന്ന് കുരിശു വരച്ച് ആശീർവദിച്ച്, കാതുകളിൽ ഒന്ന് കുരിശു വരച്ച് ആശീർവദിച്ച്. ഇരുകരങ്ങളും ചുണ്ടോടൊന്ന് ചേർത്ത് പിടിക്കുന്നു, ചുണ്ടോട് ചേർത്ത് വെക്കുന്നു. ഈശോയെ, ഓ കർത്താവേ, ഞങ്ങളുടെ അധരത്തെ നീ വിശുദ്ധീകരിക്കണമേ, അധരത്തെ വിശുദ്ധീകരിക്കണമേ. നന്മയായത് പറയുവാൻ ഞങ്ങൾക്ക് ഒത്തിരി വീഴ്ചകൾ സംഭവിക്കുന്നത് ഞങ്ങളുടെ നാവിന്റെ ദുരുപയോഗത്തിലൂടെയാ. നന്മയായത് പറയുവാൻ നാഥാ ഞങ്ങളുടെ അധരങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രവാചകന്റെ അധരത്തെ തീക്കനൽ കൊണ്ട് സ്പർശിച്ച് വിശുദ്ധീകരിച്ചതുപോലെ ഞങ്ങളുടെ അധരങ്ങളെ കർത്താവേ നല്ലത് പറയുവാൻ പാകത്തിന് നിന്റെ ആത്മീയ തീക്കനലിനാൽ, പരിശുദ്ധാത്മാവിന്റെ തീക്കനലിനാൽ ഞങ്ങളുടെ നാവിനെ വിശുദ്ധീകരിക്കണമേ. ആത്മസംയമനത്തോടെ സംസാരിക്കുവാൻ, ശ്രോതാക്കൾക്ക് കേൾവിക്കാർക്ക് ഇണങ്ങുന്ന രീതിയിൽ ഉചിതമായ മറുപടി പറയുവാൻ കർത്താവേ ഞങ്ങളുടെ നാവിനെ വിശുദ്ധീകരിക്കണമേ. കോപിക്കുന്ന, ദേഷ്യപ്പെടുന്ന എല്ലാ ദുശീലങ്ങളിൽ നിന്നും മോചനം നൽകണമേ. പാടി പ്രാർത്ഥിച്ചേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. പഠിക്കേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. ചുണ്ടിലൊന്ന് കുരിശ് വരച്ച് ആശീർവദിച്ച് ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്തൊന്ന് കുരിശാകൃതിയിൽ പിടിച്ച്, ഹൃദയത്തോട് ചേർത്ത് കുരിശാകൃതിയിൽ കണ്ണുകളടച്ച്. പരിശുദ്ധാത്മാവിന്റെ വസതിയാണ്, വാസസ്ഥലമാണ് എന്റെ ഹൃദയം. കർത്താവേ, ആത്മാവിന്റെ സാന്നിധ്യം തുളുമ്പുന്ന എന്റെ ഹൃദയം വിശുദ്ധമാക്കണമേ. പരിശുദ്ധാത്മാവേ, എന്റെ ശരീരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. എന്റെ ജീവിതത്തെ നന്മയുടെ പാതയിൽ നയിക്കണമേ. തിന്മയുടെ വഴികളിൽ നിന്ന് എന്നെ നീ മാറ്റണമേ. ഹൃദയത്തിൽ പരിശുദ്ധാത്മാവെ നീ കുടികൊള്ളണമേ. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സ്വരമാണ്, പ്രചോദനമാണ്. ദ വിസ്പറിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനം സ്വീകരിക്കുവാൻ, നന്മ ചെയ്യണമെന്നും തിന്മ ചെയ്യരുതെന്നും എന്നെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുവാൻ പരിശുദ്ധാത്മാവേ എന്നെ നീ ഒരുക്കണമേ. എന്റെ ശരീരത്തിന്റെ, എന്റെ ഹൃദയത്തിന്റെ, എന്റെ ജീവിതത്തിന്റെ മുഴുവൻ നിയന്ത്രണവും പരിശുദ്ധാത്മാവേ നീ ഏറ്റെടുക്കണമേ. എന്നിലുള്ള ഭയം, പേടി, ആകുലത, ഉത്കണ്ഠ, നിരാശ, ആത്മഹത്യാ ചിന്തകള്, ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം, ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് ചിന്തകൾ എടുത്തു മാറ്റി ധൈര്യം നൽകുവാൻ, പ്രത്യാശ നൽകുവാൻ ഓ പരിശുദ്ധാത്മാവേ നീ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ. പാടി പ്രാർത്ഥിച്ചേ. വെള്ളിച്ചിറകുകളാലേ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. വെൺപ്രാവെന്നതുപോൽ വെള്ളി
പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. ഹൃദയത്തിൽ ഒരു കുരിശ് വരച്ചൊന്ന് ആശീർവദിച്ച് ശരീരം മുഴുവനായിട്ടൊന്ന് ആശീർവദിക്കുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇതാ നമ്മൾ പരസ്പരം പ്രാർത്ഥിച്ച് സ്വീകരിക്കുന്ന സമയമാണ്. ഈ രണ്ടുപേരും മുഖത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു. രണ്ടുപേരും മുഖത്തോട് മുഖം, ഈ രണ്ടുപേരും മുഖത്തോട് മുഖം. ഇനി ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ 3 പേരാകും. രണ്ടുപേരും മുഖത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു. ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾ 3 പേരാകുന്നു. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദിവികാരുണ്യ ആരാധനയുടെ കൃപ തുളുമ്പുന്ന അനുഗ്രഹത്തിന്റെ നിമിഷമാണ്. പ്രാർത്ഥനയോടെ ഈ സമയത്ത് ദൈവ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഇടതുകര ഹൃദയത്തോട് ചേർത്ത് വലതുകര നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന വ്യക്തിയുടെ നെറ്റിയോട് അല്ലെങ്കിൽ ശിരസോട് തോളോട് ചേർത്ത് വെക്കുന്നുണ്ടെങ്കിൽ തോളത്ത് അല്ലെങ്കിൽ ശിരസിൽ വെക്കുന്നു. സമൂഹം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്ന ആദിമ ക്രൈസ്തവ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്ന വലിയ പരിശുദ്ധാത്മാവിന്റെ കൃപ അഭിഷേകം കടന്നു വരുന്ന നിമിഷമാണ്. വൈദികരിത അൾത്താരയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നിറവ് സ്വീകരിക്കുന്ന സമയമാണ്. സമൂഹം പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒരു നിമിഷം എല്ലാവരും ഒരു നിമിഷം ഞാൻ കരം വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുന്നു. ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങയുടെ പൗരോഹിത്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അർപ്പിക്കപ്പെട്ട വിശുദ്ധ ബലികളുടെ അനന്ത യോഗ്യതയാൽ ഈ സമൂഹത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പസ്തോലന്മാരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ നിറവ് പന്തക്കോസ്തിക്കായിട്ട് ഒരുങ്ങുന്ന ഈ ദിനങ്ങളില് കർത്താവേ, വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയവുമായി നിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്ന ഈ പ്രിയ മക്കളുടെ മേല് പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപകള് കൈവെപ്പിലൂടെ ലഭിച്ച ചൈതന്യത്തെ പരിശുദ്ധാത്മാവെ പറന്നിറങ്ങണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, വ്യക്തികളിൽ ശക്തിപ്പെടുത്തണമേ, പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 അഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, അഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും. എല്ലാവരും കരമുയർത്തി കരമിടിച്ച് ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് അലീന ഷാജി. ഞാൻ കക്കാടംപോയ സെൻറ് മേരീസ് ഇടവകാവാണ്. ഞാൻ യുവജനങ്ങളെ പ്രതിനിധീകരിച്ചാണ് നിൽക്കുന്നത്. ഈ ധ്യാനത്തിൻ്റെ ആദ്യത്തെ ദിവസം മുതൽ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ആയിരുന്നു എനിക്ക് കിട്ടിയത്. എൻ്റെ ലൈഫിലെ തന്നെ ആദ്യത്തെ ഒരു പോപ്പുലർ മിഷൻ ധ്യാനമാണിത്. കുടുംബത്തോടൊപ്പം കൂടാൻ സാധിച്ചു. അത് വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഈ ദിവസങ്ങളിൽ വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്കും കുടുംബത്തിനും ഒക്കെ ആയിട്ട് ലഭിച്ചിട്ടുള്ളത്. അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ഇന്നത്തെ കുടുംബത്തോടൊപ്പം ദിവ്യബലി അർപ്പിക്കാൻ സാധിച്ചു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് തന്നെ സ്നേഹവിരുന്ന്, ഈ ഒരു കാലഘട്ടത്തിൽ ഷെയറിംഗ് ഒക്കെ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടത്തിൽ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ആ ഒരു സ്നേഹവിരുന്ന് ആസ്വദിച്ചപ്പം ഒരു വലിയ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കിട്ടി. അതുപോലെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു, ഒരു ആനന്ദം ഉണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ ധ്യാനത്തിന് ഞങ്ങളെ സഹായിച്ച, ഞങ്ങളെ ഈ ഇടവകയിലേക്ക് ചേർത്ത് പിടിച്ച, ഈ ഒരു നിമിഷത്തിലേക്ക് ചേർത്ത് പിടിച്ച അച്ഛന്മാർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു.